കുമളിയിൽ ആത്മഹത്യ ചെയ്ത രഞ്ജീഷ് എന്ന ബസ് കണ്ടക്ടറാണിത്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. അദ്ദേഹം ജീവിച്ച് കാണിക്കണമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത ഒരുപാട് യാത്രക്കാർ എല്ലാവരോടും നല്ലതുപോലെ മര്യാദയ്ക്ക് പെരുമാറുന്ന ആളാണ് അദ്ദേഹമെന്ന് പറയുന്നത് കേട്ടു. ആ ജീവൻ അവസാനിപ്പിക്കണമെങ്കിൽ എത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നിരിക്കും. സ്വന്തം മകനെ അത്രമാത്രം സ്നേഹിച്ച ആളായിരുന്നു. സ്നേഹിച്ച സ്ത്രീ വഞ്ചിച്ചു. 8 കൊല്ലം നെഞ്ചോട് ചേർത്ത് വളർത്തിയ സ്വന്തം കുഞ്ഞിനെ നിയമം ഉപയോഗിച്ച് അവൾ തട്ടിയെടുത്തു. ഒടുവിൽ താങ്ങാനാവാത്ത ആ വിഷമത്തിൽ ഒരു പാവ അച്ഛൻ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. ഇടുക്കി കുമളിയിലെ രഞ്ജീഷ് എന്ന സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ആത്മഹത്യ കേവലം ഒരു മരണമെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ സമൂഹത്തിന് നേരെയും നമ്മുടെ വ്യവസ്ഥയ്ക്ക് നേരെയും ഉയരുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. പ്രണയിച്ചാണ് രഞ്ജീഷ് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 2 വർഷമായപ്പോൾ അവൾ ഷാർജയിലേക്ക് ജോലിക്ക് പോയി. പക്ഷേ അവിടെ വെച്ച് അവൾ മറ്റൊരാളുമായി ബന്ധത്തിലായി. ഭർത്താവിനെയും സ്വന്തം കുഞ്ഞിനെയും മറന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും തകർന്നുപോയ രഞ്ജീഷ് പിടിച്ചു നിന്നത് തൻ്റെ 8 വയസ്സുള്ള മകന് വേണ്ടി മാത്രമായിരുന്നു. നാട്ടിൽ ആ കുഞ്ഞിന് ഒരു കുറവും അറിയിക്കാതെ പൊന്നുപോലെയാണ് ഈ അച്ഛൻ അവനെ നോക്കി വളർത്തിയത്. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. 1 മാസം മുമ്പ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ആ സ്ത്രീ കട്ടപ്പന കോടതിയെ സമീപിച്ച് കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി അനുമതി നൽകിയതോടുകൂടി മകനെ അമ്മയ്ക്കൊപ്പം അയക്കേണ്ടി വന്നു. മകനോടുള്ള വേർപാടിൻ്റെ വേദന രഞ്ജീഷിന് താങ്ങാനായില്ല. മരണശേഷം അച്ഛൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും മകനെ അയക്കാൻ ആദ്യം തയ്യാറായില്ല. പിന്നീട് കോടതിയെ സമീപിച്ചാണ് ചടങ്ങുകൾക്കായി മകനെ എത്തിച്ചത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയി വേറൊരു ജീവിതം നയിച്ച ഒരു സ്ത്രീക്ക് 8 വർഷം കുഞ്ഞിനെ ജീവനതുല്യം സ്നേഹിച്ച ഒരച്ഛനിൽ നിന്ന് കുട്ടിയെ വിട്ടുകൊടുക്കാൻ കോടതി എങ്ങനെ തയ്യാറായി? ഒരു കുട്ടിയുടെ ഭാവി ആരുടെ കയ്യിലാണ് സുരക്ഷിതം എന്ന് നോക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല. തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്ന് പ്രിയപ്പെട്ടവർ തട്ടിയെടുത്തപ്പോൾ ആ സങ്കടം താങ്ങാൻ രഞ്ജീഷിനായില്ല. ഒടുവിൽ അയാൾ വിഷം കഴിച്ച് ജീവനൊടുക്കി. ഇതിനേക്കാളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മൗനമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് ഒരു സ്ത്രീ ആയിരുന്നെങ്കിലോ? ഇന്ന് വൈകുന്നേരത്തെ ന്യൂസ് നൈറ്റുകളിൽ പുരുഷാധിപത്യം, സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ കൊഴുത്തേനെ. പക്ഷേ മരിച്ചത് ഒരു പുരുഷനായതുകൊണ്ട് ഏത് ചാനലാണ് ഇത് വലിയ വാർത്തയാക്കിയത്? സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് നമ്മൾ ഈ അനീതി അറിയുന്നത്. പുരുഷന്മാർ മരിച്ചാൽ അത് വാർത്തയാകില്ലേ? എന്തൊരു ഇരട്ടത്താപ്പാണിത്! ഒരാളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ മാന്യമായി നിയമപരമായി വിവാഹമോചനം നേടി പോവുകയാണ് വേണ്ടത്. അല്ലാതെ ഒരാളുടെ ജീവിതവും പ്രതീക്ഷയും തകർക്കുന്ന രീതിയിലുള്ള വഞ്ചന പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. നമുക്ക് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.